ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതൻ കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്. ദൈവകൃപയോട് ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രതികരിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. തനിക്ക് ലഭിച്ച ദൈവകൃപ തൻ്റെ ജീവിതകാലം മുഴുവനും അഭംഗരം കാത്തു സൂക്ഷിക്കുവാൻ മറിയത്തിന് സാധിച്ചു. കൃപ ദൈവിക ദാനവും പരിശുദ്ധാത്മാവിൻ്റെ നമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ അടയാളവുമാണ്. കർത്താവ് തന്നോടുകൂടെയുണ്ട് എന്ന ബോധ്യം മറിയത്തെ ഏത് വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ പ്രാപ്തയാക്കി. ഇതേ ആത്മവിശ്വാസത്തോടെയാണ് വിശുദ്ധ പൗലോസ്ലീഹായും ചോദിക്കുന്നത്: ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അബ്രഹാത്തെയും മോശയെയും പ്രവാചകരെയും പോലെ മറിയവും ദൈവകരങ്ങളിലെ ശക്തമായ ഉപകരണമായി വർത്തിക്കുന്നു. മറിയം വിശ്വസിച്ചു, അതിനാൽ തന്നെ അവൾ ദൈവകൃപയാൽ നിറഞ്ഞവളായി. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാതെ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ വചനങ്ങൾ ശ്രവിക്കുന്നതിനു മുമ്പേ അവൾ മാലാഖയുടെ വാക്കുകൾ വിശ്വസിച്ചു. വിശ്വാസത്തിൻ്റെ പാതയിൽ എന്നും മാതൃകയായി മറിയം നമ്മോടൊത്തുണ്ട്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സമർപ്പണവും സ്വീകാര്യതയും ആവശ്യപ്പെടുന്നു. വിശ്വാസം മറിയത്തിന് രക്ഷയായി ഭവിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മറിയത്തെ പോലെ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ദൈവിക പദ്ധതിയിൽ തൻ്റെ ഭാഗമെന്ത് എന്ന് അറിയുവാനും നമുക്ക് സാധിക്കണം. നൊവേനയുടെ 3-ാം ദിവസമായ ഇന്ന് ഈ കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം.